ഒരാളുടെ മുന്നിൽ കംപ്ലീറ്റ്ലി സ്വീറ്റായി നിന്നിട്ട് പിന്നിൽ നിന്നും അവരെ പറ്റി മോശം പറയുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? അതല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ ഈ മറ്റുള്ളവരെ പറ്റിയിട്ട് നെഗറ്റീവ് പറയും. അതേ ആൾക്കാർ ആ നെഗറ്റീവ് പറഞ്ഞവരുടെ മുന്നിലെത്തുമ്പോൾ എക്സ്ട്രാ ഡീസൻ്റ് ആവും. അപ്പോൾ അവർ നിങ്ങളെപ്പറ്റി നെഗറ്റീവ് അവിടെ പറയും. അപ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ സ്വതവേയിലൊരു സംഭവമാണല്ലോ. നമ്മളൊരു വിശ്വസിച്ച ഒരാൾ അപ്പുറം പോയിട്ട് നമ്മളെപ്പറ്റി വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കൂല. കാരണം നമ്മളവർ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് അത്. പക്ഷേ സംഭവം അങ്ങനല്ല. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ അഭിനയിക്കാൻ മാസ്റ്റർ ഡിഗ്രി ഉള്ള ആൾക്കാരാണ്. ഭയങ്കര ആക്ടിങ് ആയിരിക്കും. ആ ആക്ടിങ് കാണുമ്പോഴാണ് നമുക്ക് ഡൗട്ടാവുന്നത്, അവർ ശരിക്കും നല്ല മനുഷ്യരാണോ അതല്ല നമ്മൾ തെറ്റിദ്ധരിച്ചതാണോ എന്നുള്ളൊരു സംശയം നമ്മുടെ മനസ്സിൽ വരും. കാരണം അവർ ജീവിക്കുന്നത് ഈ മുഖംമൂടി അണിഞ്ഞിട്ടാണ്. അവർ മുഖംമൂടി അണിഞ്ഞ് ജീവിക്കാൻ പഠിച്ചവരാണ്. അപ്പോൾ അവരുടെ കൂടെ നമ്മളും കൂടി പോകുമ്പോൾ നമ്മളും പതിയെ ആ ഒരു മുഖംമൂടി അണിയാൻ പഠിക്കും. പിന്നെ നമ്മളെ തന്നെ ഇല്ലാതാക്കും. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൂടെ ഈ ചതി, വഞ്ചന ഇതൊക്കെ നമ്മുടെ കൂടപ്പുറപ്പായി മാറും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളൊരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ എപ്പോൾ നടക്കുന്നു വേണ്ട. നമ്മൾ അവരെ മനസ്സിലാക്കണം. അവരിങ്ങനെയുള്ളവരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പതിയെ നമ്മളെന്താക്കുക, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. കാരണം നമ്മൾ അവരെ അംഗീകരിക്കണം, ആക്സെപ്റ്റ് ചെയ്യുക. അവരങ്ങനെയാണ്, അത് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റൂല. നമ്മൾ പോയി മാറ്റാൻ ശ്രമിച്ചതിനെ കൊണ്ട് നമ്മൾ ചില സമയം മാറുമായിരിക്കും. അങ്ങനെയുള്ളവർ മാറൂല. അതുകൊണ്ട് അവർ മാറ്റാനൊന്നും പോകണ്ട. നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അവരുമായിട്ട്. അതല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടും. അതാണ് പറഞ്ഞത്, ഈ ചന്ദനം ചാറിയ ചന്ദനം മണക്കും, ചാണകം ചാറിയ ചാണകം മാത്രമേ മണക്കൂ. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടത്തിൽ നമ്മൾ പോയിട്ട് വീണ് കഴിഞ്ഞാൽ നമ്മളും അതുപോലെ തന്നെ ആവും. അപ്പോൾ നമ്മളെന്താക്കണം, ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ അവരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതാണ് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കടമ.